അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, നമ്മളൊക്കെ റാഹത്തായിട്ട് ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞാൻ എൻ്റെ കാറ്ററിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്, അല്ലാതെ വീട്ടുവിശേഷമൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം ഒരു 8 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും വേണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഞാനിന്ന് നമ്മൾ കലത്തപ്പം ചുടുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കലത്തപ്പം പിന്നെ അരക്കണതും പാരണതും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അതേപോലെ ഫസ്റ്റത്തെ ഈ പൊടി വാട്ടണത് അതൊന്നുമില്ല, പകുതിക്കെന്നാണ് തുടങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ കടയിൽ കൊടുക്കാനുള്ള പത്തിരിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞതിന് ശേഷം സ്കൂൾ കൊടുക്കാനൊക്കെ വേറെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ആലുവടുപ്പ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് കത്തി വരുന്നുണ്ട്. അപ്പോൾ വിറകടുപ്പാകുമ്പോൾ അത് ഇങ്ങനെ വിറക് വെക്കാനുള്ള ഒഴിവുണ്ടാകുക, പിന്നെ കൈ കഴുകുക, അതിന് തന്നെയുള്ള ഒഴിവുണ്ടാകുക. അങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ പൊടിയിൽ തൊടണമെങ്കിൽ പിന്നെ ഒന്ന് കൈ കഴുകിയിട്ട് വരണമല്ലോ. അപ്പോൾ അതിന് ഒരു പണിയേക്കാറ് കേട്ടോ. അപ്പോൾ തീയാണെങ്കിൽ നല്ലോണം കത്തും വേണം നമ്മളെ പത്തിരി പിന്നെ വെന്തിട്ടണമെങ്കിൽ. പത്തിരിക്ക് നല്ല വേവാണല്ലോ അല്ലേ, ഞാൻ എന്നും പറയലുണ്ട്. അപ്പോൾ അതിന് ഞാൻ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കണം, ഒന്ന് ചൂടാറാൻ പറ്റില്ല, എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അപ്പോൾ ഞാൻ 2-3 ട്രിപ്പൊക്കെ പൊരിച്ചെടുത്തേക്കണം കേട്ടോ. മൂന്നാമത്തെ ട്രിപ്പൊക്കെ ഇതിലിട്ടതിന് ശേഷമാണ് ഞാൻ വീണ്ടും ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് പുരട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ പുരത്തിങ്ങാണ്ട് ഇങ്ങനെ അച്ചാക്കി എടുക്കുന്നുണ്ട് നമ്മളെ പത്തിരിനെ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ അച്ചാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പത്തിരിനെയൊക്കെ. അപ്പോൾ അതാട്ടെ നമ്മളെ കലത്തപ്പൊക്കെ റെഡിയായി വന്നിക്കണ്. അപ്പോൾ ഞാനിത് ചൂട് പോയതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ കലത്തപ്പം അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് ആരെടുത്ത കലത്തപ്പം തന്നെ ആയിക്കണ്. അപ്പോൾ കലത്തപ്പൊക്കെ റെഡി ആയിക്കണം. ഞാനത് മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ പൂവട ഉണ്ടാക്കാൻ പൊടി വാട്ടണം. അപ്പോൾ നമ്മളെ പൊടി തീർന്നിക്കണ്. അപ്പോൾ പൊടിനെ ഒന്ന് പിന്നെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചാണ്ട് നമ്മളെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ മെട്രോൻ്റെ പൊടി നമ്മളെ കയ്യിൽ എപ്പോഴും റെഡി ആയിട്ട് പൊട്ടിച്ചാത്ത പാക്കറ്റുകൾ ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ എപ്പോഴും ഇവിടെ റെഡി ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 2 ദിവസത്തിനോ 3 ദിവസത്തിനൊക്കെ ഉള്ളൂ കേട്ടോ ഈ 5 കിലോൻ്റെ പൊടി ഉണ്ടാവുക. അപ്പോൾ ഈ പൊടിൻ്റെ പാക്കറ്റ് എപ്പോഴും റെഡി ആക്കാനും. അപ്പോൾ പൂവടക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനതൊക്കെ പൊടി ഇട്ടെടുത്തൊന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പോൾ പൂവട ഒന്ന് കുറച്ച് മതി കേട്ടോ, പിന്നെ കുറച്ചധികം പത്തിരിയാണ് വേണ്ടത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും പൊരിച്ച പത്തിരി ഉണ്ടാക്കാനുണ്ട്. സ്കൂൾക്കൊന്ന് പൊരിച്ച പത്തിരിയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം പൊടി വാട്ടിയെടുക്കട്ടെ. അപ്പോൾ എല്ലാവരും പൂവടൻ്റെ ഇത് പൊട്ടുകയാണെന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ലോണം പൊടി വാട്ടിയെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കും കേട്ടോ, കുറച്ച് മാത്രം. എത്ര മൈദ എടുക്കൽ, എത്ര പൊടി എടുക്കൽ എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കലുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു അളവ് അങ്ങനെ ഒരു അളവൊന്നുമില്ല, ഞാൻ നല്ലൊരു അളവിൽ ഇങ്ങനെ കമൻറ്റിൽ പറഞ്ഞു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ വാടിങ്ങാണ്ട് പിന്നെ പൊടിയിൽ ഇങ്ങനെ വെള്ളം വറ്റി ഡ്രൈ ആയി വരുമല്ലോ കുറച്ചൊക്കെ. അപ്പോൾ ആ സമയത്ത് മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പിന്നെ പൂവട പൊട്ടിപ്പോകില്ല കേട്ടോ. പിന്നെ കുഴക്കുന്ന സമയത്തൊക്കെ കൈ മുട്ടിപ്പിടിക്കണതിനൊക്കെ മൈദ കൂട്ടിയാൽ മതി കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ, പൊട്ടാതിരിക്കാൻ. വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന ടിപ്സ് ഇതാണ്. മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങാണ്ട് ഇളക്കി കൊടുക്കില്ല. കുറേ മൈദ ഇട്ടുകൊണ്ട് നമ്മളെ പൊടി നന്നായിട്ട് കുഴച്ച് വെച്ചാൽ കുറേ കഴിയുമ്പോൾ ലൂസായി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ മൈദ കൂടിപ്പോവാനും പറ്റില്ല, പാകത്ത് കുറച്ച് മൈദ ഉള്ളിട്ട് ഇടാൻ പറ്റാം. അപ്പോൾ നമ്മൾ ഇനി പിന്നെ പൂവടയ്ക്ക് ഇനി കുറച്ച് തേങ്ങ ചിരവി എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിരകി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ തേങ്ങ ചിരകലാണ് കേട്ടോ ഒരു പണി. കുറേ പൂവടയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ഇങ്ങോട്ട് ചിരവിയാൽ നമ്മളിങ്ങോട്ട് കുഴങ്ങും കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകി റെഡിയാകുന്നുണ്ട്. കുറച്ച് തേങ്ങ ഞാനൊരു പാത്രത്തിൽ വേറെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് ചിരകിയത് അവിടെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ മിക്സാക്കി ശർക്കരയൊക്കെ ചതച്ച് ഒക്കെ പൊടിച്ച് മിക്സാക്കി വെച്ചിരിക്കണം. ഇനി നമ്മൾ ഓരോ പൂവട ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഫുള്ള് പിന്നെ കുറച്ചൊരു 10 എണ്ണമൊക്കെ ഉണ്ട് റെഡി ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അച്ചിലിട്ടുങ്ങാണ്ട് പിന്നെ ഒന്ന് അച്ചാക്കി എടുക്കുക. അല്ലെ ഓരോന്നിനും ആകുമ്പോൾ കുറേ സമയം പോകണമായിട്ട് തോന്നും കേട്ടോ.
ഓരോ ദിവസം ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി നോക്കട്ടെ. ഫസ്റ്റ് ഞാൻ ഇതേപോലെ തന്നെ പൂവട ഉണ്ടാക്കിനി, അച്ചിലിടലൊന്നും ഇല്ലേനി, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കലേനി പൂവടനൊക്കെ. അപ്പോൾ ഒരു ഉരുള പിന്നെ അമർത്തി കഴിഞ്ഞാൽ എടുക്കുമ്പോൾ അടുത്തൊരു ഉരുളയൊക്കെയാണ് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ. എന്നിട്ട് ഇങ്ങനെ ഓരോന്നും പൂവട ആക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ എന്താ പൂവടക്ക് പൂവില്ലാത്ത പൂവട ഇതേപോലെ തന്നെ പുഴുങ്ങിയെടുക്കലേനി, ആവിക്ക് വേവിച്ചെടുക്കലേനി. ഇപ്പോൾ ഞാൻ ഈ അച്ചിൽ എത്ര സമയമില്ലെങ്കിൽ ഞാൻ ഈ അച്ചിലിടാം. ഇപ്പം ഇങ്ങനെ ഇട്ട് ശേലമായതോടെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ആവണത് ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത മാതിരി തോന്നും. അപ്പോൾ പിന്നെ ഇത്ര സമയമില്ലെങ്കിലും ഇങ്ങനെ ഒരു വിധമൊക്കെ ഞാനിങ്ങനെ കൊടുക്കാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അധിക ദിവസം ഇങ്ങനെ തന്നെ കൊടുക്കൽ. പിന്നെ തീരെ സമയമില്ലാത്തപ്പോൾ ഒരു ലാസ്റ്റത്തെ ഒരു ട്രിപ്പൊക്കെ ചിലപ്പോൾ പൂവില്ലാത്ത പൂവടക്കായി മാറലുണ്ട് കേട്ടോ. അത് കുറേ ഓർഡർ ഉണ്ടാകുമ്പോൾ കേട്ടോ, സ്കൂൾക്ക് 160 അങ്ങനെയൊക്കെ ഓർഡർ ഉണ്ടാകുമ്പോൾ ടൈമില്ലാത്തപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ കിട്ടണം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ദിവസങ്ങളിലാട്ടോ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചുകൊണ്ട് അച്ചാക്കി പൂവടാക്കി എടുത്തത് ഇങ്ങനെ ഇതാക്കി അച്ചാക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ വെള്ളം വെച്ചിരിക്കണം കേട്ടോ, അടുപ്പത്ത് വെള്ളം വെച്ചിരിക്കണം. അത് നന്നായിട്ട് ചൂടായി വന്നിരിക്കണം, ആവി കയറാനില്ല വെള്ളം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഈ അച്ചിലിട്ടുങ്ങാണ്ട് എടുക്കാൻ പിന്നെ എളുപ്പമുണ്ട് കേട്ടോ, പെട്ടെന്നുണ്ട്. പിന്നെ അതൊരു പണിയാണ്, അതിന് സമയം പോകും, എന്നാലും പിന്നെ ഇതിങ്ങനെ ചെയ്യാൻ പിന്നെ എളുപ്പമാണ്. ആദ്യം എനിക്ക് ഈ ഐഡിയ അറിയില്ലേനി. ഞാൻ പിന്നെ നമ്മളെ പരത്തിയ പത്തിരി പോലത്തെ തന്നെ നമ്മൾ ഈ അച്ചിൻ്റെ ഉള്ളിൽ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ അതിക്ക് തേങ്ങ ഇടുമ്പോൾ എങ്ങനെയായാലും ഈ കാണുന്ന ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ പിന്നെ ബാക്ക് ഭാഗം ഇങ്ങോട്ട് പോയിട്ട് നമ്മളെ പത്തിരി ഇങ്ങനെ കീറിപ്പോട്ടി കാണുന്ന ഹോട്ടയിൽ കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് അച്ചാക്കിയതിന് ശേഷമാണ് അതിലേക്ക് ഇടാന്ന് പിന്നെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ അച്ചുകൊണ്ടൊന്നും ഉപകാരമില്ലാന്നുണ്ട്, അച്ചൊക്കെ അവിടെ വെച്ചേക്കുന്നുണ്ട് കേട്ടോ കുറേ കാലം. അപ്പോഴാണ് ഞാൻ പിന്നെ അത് എടുക്കൽ തുടങ്ങിയത്. അപ്പോൾ പൂവടയൊക്കെ ഒരുവിധമൊക്കെ വായിക്കണം കേട്ടോ. പിന്നെ ഞാൻ പൂവടൻ്റെ വീഡിയോ ഒക്കെ അവിടെ മാറ്റി വെച്ചേക്കാണ്. പിന്നെ പൂവടയൊക്കെ ആവി പിന്നെ ഒക്കെ കയറ്റി വേവിച്ചതിന് ശേഷം ഞാൻ പിന്നെ സ്കൂൾക്കുള്ള പത്തിരിക്കുള്ള വെള്ളം വെച്ചതാണ്. അപ്പോൾ ഞാൻ പൂവട വാട്ടിയ പാത്രം തന്നെ എടുത്തേക്കാണ് കേട്ടോ. പൂവടക്ക് പൊടി വാട്ടിയ ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ പത്തിരിക്കും പൊടി വാട്ടുന്നത്. അപ്പോൾ പത്തിരിക്ക് നമുക്ക് ഇഷ്ടം പോലെ പൊടി ചിലവാകും കേട്ടോ. അതുകൊണ്ടാട്ടോ നമ്മളെ പൊടി പെട്ടെന്ന് തീരുമെന്ന് ഞാൻ പറയുന്നത്. 5 കിലോ കൊടുന്നാലും 10 കിലോ കൊടുന്നാലും 20 കിലോ കൊടുന്നാലൊക്കെ തീരുന്നത് ഈ പത്തിരിക്കാണ് അധികം പിന്നെ ഓർഡർ ഉണ്ടാവുക കേട്ടോ, ഈ പൊരിച്ച പത്തിരിക്ക്. അതുകൊണ്ടാണ് നമ്മളെ പൊടി പെട്ടെന്ന് തീർന്ന് പോകുന്നത്. അപ്പോൾ പൂവടൻ്റെ പോലെ തന്നെ പത്തിരിനെ ഞാൻ വെള്ളത്തിൽ ഉള്ളിയൊക്കെ ചതച്ചിട്ടീന് കേട്ടോ, ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞങ്ങാണ്ട് ചതച്ചിട്ടതിന് ശേഷമാണ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വീഡിയോയിൽ കാണുമ്പോഴും ഓരോരുത്തർ എന്നോട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് കമൻറ്റിൽ ചോദിക്കലുണ്ട് കേട്ടോ, പത്തിരിൻ്റെ വീഡിയോ ഇടുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം ഞാൻ കാണിക്കുന്ന എല്ലാ കടികളെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് നമ്മളെ ചാനലിൽ ഇട്ടിക്കണ്. പിന്നെ ഞാൻ അതിങ്ങനെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഇതൊന്നും കാണുമ്പോൾ ചിലപ്പോൾ ബോറടിക്കണുണ്ടാകും. അപ്പം പിന്നെ ഞാനിത് ഇങ്ങനെ പൊടി ഇങ്ങനെ വെള്ളം അങ്ങനെ പാകമൊക്കെ ഇങ്ങനെ തലക്കെന്ന് പറയൽ തുടങ്ങുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ, എന്നും കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ടും പിന്നെ ഒരു കടിയും കാണിക്കാത്തത്. ചിലപ്പോൾ വാട്ടണതുണ്ടെങ്കിൽ ചിലപ്പോൾ പരത്തണുണ്ടാവില്ല, പരത്തണുണ്ടെങ്കിൽ പൊരിച്ചണുണ്ടാവും, അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കണത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെ കുഴച്ച് പിന്നെ പൊരിച്ചെടുത്തേക്കണം കേട്ടോ. പൊരിച്ചെടുത്തേക്കല്ല, പൊരിച്ചാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കണേ. പിന്നെ ഞാൻ ഫുള്ള് അമർത്തി വെക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത്ര ഉള്ളൂ കേട്ടോ മക്കളെ ഇന്നത്തെ വീഡിയോ. ഇതാണ് സ്കൂൾക്ക് കൊടുത്തേച്ച പത്തിരി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിരിക്കണേ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെയും പറയണം, എല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.